അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ ദുഃഖകരമായൊരു വാർത്തയാണ് ബഹുമാനപ്പെട്ട മായൻ ഉസ്താദിൻ്റെ മരണവാർത്ത. സമസ്ത കേരള മുഷാവര അംഗവും പ്രഗത്ഭനായ പണ്ഡിതനും ഒരുപാട് ശിഷ്യന്മാരെ സമൂഹത്തിന് നൽകിയ അല്ലുലമ വറസത്തുൽ അംബിയ അംബിയ മുർസലുകളുടെ അനന്തരാവകാശികളാണ് ഉലമ. ബഹുമാനപ്പെട്ടവരെ കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ അറിയാം. അദ്ദേഹത്തിൻ്റെ വിനയം, ആ വളരെ മനോഹരമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ്. ഏതൊരു തിന്മ കണ്ടാൽ മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ മൻ റഅ മുൻകറൻ ഫല്യുഗയ്യിർ ബിയദിഹി, ഒരു തിന്മ കാണുമ്പോൾ നീ അത് കൈകൊണ്ട് തടയണം. ഫഇല്ലം യസ്തതി ഫബിലിസാനിഹി, ഇല്ലെങ്കിൽ നാവ് കൊണ്ട് തടയണം. അതിനു സാധ്യമല്ലെങ്കിൽ കൽബ് കൊണ്ടെങ്കിൽ തടയണം. വളരെ കൃത്യമായിരുന്നു ഉസ്താദിൻ്റെ ജീവിതത്തിൽ. എന്തെങ്കിലും പരിശുദ്ധമായ ദീനിനോ അല്ലെങ്കിൽ സുന്നത്തിന് വിരുദ്ധമായ എന്തെങ്കിലും ഒരു പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ അത് ഉണർത്തുകയും ആ ഒരു വിഷയത്തെക്കുറിച്ച് ഗൗരവത്തോടു കൂടി തന്നെ പറയുകയും ചെയ്യുന്ന പണ്ഡിതനായിരുന്നു. ഏത് തിന്മയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരുടെ മരണമെന്ന് പറയും, ഒരു ആലിമിൻ്റെ മരണമെന്ന് പറയുന്നത് ആലമുൽ മൂത്തു, അത് ലോകത്തിൻ്റെ മരണമാണ് എന്നാണ് മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഉസ്താദിൻ്റെ പാരത്രിക ലോകം അല്ലാഹു സന്തോഷത്തിനും റാഹത്തിനും ആക്കട്ടെ. എല്ലാവരും കഴിവിൻ്റെ പരമാവധി ഉസ്താദിൻ്റെ പേരിൽ തഹ്ലീൽ പറയാൻ സാധിക്കുന്നവരങ്ങനെ, അല്ലെങ്കിൽ ഒരു ഫാത്തിഹെങ്കിലും ഓതി അതിയാ ചെയ്യണം. കാരണം ഈ മരണമൊക്കെ നമുക്ക് താങ്ങാൻ പറ്റാത്ത മരണമാണ്. കാരണം അതിന് പകരക്കാർ മറ്റാരും കിട്ടൂല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു ആലിം മരണപ്പെടുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് ലോകത്തിൻ്റെ മരണം എന്ന് പറയുന്നത് വലിയ നഷ്ടമാണ് എന്നാണ്. ഇൽമു ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ അന്ത്യനാളിൻ്റെ ലക്ഷണമായി പറഞ്ഞത് ഇൽമു ഉയർത്തപ്പെടുക എന്ന് പറയുന്നത് അത് ആലിമീങ്ങളുടെ മരണം എന്നാണ്. സമുദായത്തിന് ബഹുമാനപ്പെട്ട ഉസ്താദ്. കാരണം ഒരു മനുഷ്യൻ മരണപ്പെടുമ്പോൾ മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അവൻ്റെ എല്ലാ അമലുകളും മുറിഞ്ഞു പോകും. എന്നിട്ട് 3 അമലുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സദഖത്തുൻ ജാരിയ, നല്ല സുദക്ക, അതുപോലെ അവൻ്റെ ഇൽമ്, പഠിപ്പിക്കപ്പെടുന്ന ഇൽമ്. അൽഹംദുലില്ലാഹ്, ഒരുപാട് മുദർരിസന്മാരായ, ഒരുപാട് സ്ഥലത്ത് ഖതീബന്മാരായി ജോലി ചെയ്യുന്ന, ഒരുപാട് മഹല്ലിനെ നിയന്ത്രിക്കുന്ന ഒരുപാട് ശിഷ്യന്മാർ ഉസ്താദിന്, ഒരുപാട് സൂഫികളായ പണ്ഡിതന്മാരൊക്കെ വാർത്തെടുത്തിട്ടുണ്ട്. സമൂഹത്തിന് നൽകിയ ഒരു സേവനമെന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കൺമുമ്പിലൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉസ്താദിൻ്റെ ആ ഇൽമിൻ്റെ പ്രതിഫലനം ഒരുപാട് നാട്, ഒരുപാട് സമൂഹം, പരിശുദ്ധമായ ദീനായ ഉലൂമുകൾ ഉസ്താദിൻ്റെ ശിഷ്യന്മാരൊക്കെ നമുക്കൊക്കെ പരിചയമുള്ള, നമ്മുടെ മഹല്ലത്തൊക്കെ ഖതീബ് ആയിട്ട് മുദർരിസായി ജോലി ചെയ്യുന്നവരൊക്കെയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ബഹുമാനപ്പെട്ടവരുടെ പാരത്രിക ലോകം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. ഉസ്താദിനെ ഞങ്ങളെല്ലാവരെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് പറയാനുള്ളത്, സാധിക്കുമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർ സൂറത്തുൽ ഫാത്തിഹ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിങ്ങൾ കഴിവിൻ്റെ പരമാവധി തഹ്ലീലുകളൊക്കെ ഉസ്താദിൻ്റെ പേരിൽ ചൊല്ലി അതിയെ ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല മരിക്കുന്ന നേരം നല്ലൊരു മരണം എൻ്റെ പ്രിയപ്പെട്ടവരെ, ആലിമീങ്ങൾ മരിച്ചതുപോലെ മരിക്കാൻ വേണ്ടി നമുക്ക് കൊതിക്കുന്നവരാണ്. ആലിമീങ്ങളുടെ മരണം കേൾക്കുമ്പോൾ അതൊരിക്കലും നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു ദുഃഖമാണ്. കാരണം അതിന് പകരക്കാർ നോക്ക്, നമ്മളൊന്ന് മരണപ്പെട്ടു പോയി ഒരുപാട് പണ്ഡിതന്മാർ, അതിലേക്ക് പകരക്കാർ വന്നിട്ടില്ലല്ലോ. എത്ര പണ്ഡിതന്മാർ നമ്മിന്ന് മരണപ്പെട്ടു പോയി നോക്കൂ. അതിന് പകരക്കാർ വീണ്ടും നമുക്ക് കാണാൻ സാധിച്ചില്ല. അത്രയും തഖ്വയും ഭയഭക്തിയും ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിൻ്റെ ആ ഒരു ലളിതമെന്ന് പറയുന്നത് ഒരിക്കലും ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിൻ്റെ ഒരുപാട് കഥകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാതെ തന്നെ കൺമുമ്പിൽ കണ്ട ഒരു ഉസ്താദാണ്. കാരണം കണ്ണിൽ അദ്ദേഹത്തിൻ്റെ ആ നടത്തവും ഇരുത്തവും ഇതൊക്കെ കാണുമ്പോൾ വിശുദ്ധ ഖുർആൻ്റെ ചില വചനങ്ങൾ, കാരണം അവർ ഭൂമിയിൽ നടക്കുമ്പോൾ വളരെ വിനയത്തോടുകൂടി നടക്കുന്നവരായിരിക്കും. അതാണ് ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ അടിമകൾ എന്ന് പറഞ്ഞാൽ അവരങ്ങനെയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനും ഈ ദുഃഖം എല്ലാവർക്കും, ശിഷ്യന്മാർക്ക് എല്ലാവർക്കും ഇത് താങ്ങാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.